ഹലോ, കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന, അവർക്ക് എളുപ്പം ചെയ്ത് നോക്കാൻ പറ്റുന്ന 2 ഈസി ക്രാഫ്റ്റ് ആട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അത് 2 പേപ്പർ ക്രാഫ്റ്റ് ആണ്. കളർ പേപ്പേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർഫുൾ ആയിട്ടുള്ള സാധാ മാഗസിൻ പേപ്പേഴ്സോ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ 2 ക്രാഫ്റ്റ്. ഇതിനു വേണ്ടിയിട്ട് പല വലുപ്പത്തിലുള്ള കുറച്ച് സ്ക്വയർ പേപ്പേഴ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് ഈസി ആട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഓരോ പേപ്പറും ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പേപ്പേഴ്സ് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് ഇതുപോലെ മടക്കിയെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് ഈ 2 പാർട്സും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു നൂലെടുത്ത് ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്ന കേട്ടോ. പിന്നീട് പേപ്പറിൽ നിന്നും ഇങ്ങനെ നീളത്തിൽ 2 ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്താൽ നമ്മുടെ ക്യൂട്ട് ബട്ടർഫ്ലൈ റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏത് സൈസിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കളർ പേപ്പേഴ്സ് തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും കളർഫുൾ ആയിട്ടുള്ള മാഗസിൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതാട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റും അത് ചെയ്യാനായിരിക്കും. കാരണം വീട്ടിലുള്ള പല മാഗസിനിൽ നിന്നും ബട്ടർഫ്ലൈക്ക് വേണ്ടുന്ന കളർ പേപ്പേഴ്സ് കണ്ടുപിടിക്കാനും വെറൈറ്റി ഡിസൈൻസ് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. കണ്ടല്ലോ, അപ്പോൾ കളർ പേപ്പേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും മാഗസിൻ പേപ്പേഴ്സ് ആണെങ്കിലും മതി. അപ്പോൾ കുട്ടികൾക്ക് ബോറടിയൊക്കെ മാറ്റാനായിട്ട് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ഫിഷ് ആട്ടോ. ഫിഷ് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഫിഷിൻ്റെ ഷേപ്പൊന്നും അല്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാവും. കാരണം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ്. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ മാത്രം നമ്മൾ മുതിർന്നവരൊന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. നേരത്തെ നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടി പേപ്പർ ഫോൾഡ് ചെയ്തില്ലേ, അതേ രീതി തന്നെയാട്ടോ ഇവിടെ നമ്മൾ പേപ്പർ ഫോൾഡ് ചെയ്യേണ്ടത്.
ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഡിസൈൻസ് ഒക്കെ ഒന്ന് വരച്ച് വെട്ടിയെടുക്കണം. ഫിഷിൻ്റെ സൈഡിൽ മുകളിലൊക്കെ കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെ. ഈ വരച്ച് വെട്ടിയെടുത്ത ഈ പാർട്സൊക്കെ ആ ഫിഷിൻ്റെ ബോഡിയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാൻ മാത്രം നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കാരണം സാധാ ഒരു ഗ്ലൂ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഈ മടക്കിയേക്കുന്ന ഡിസൈനിൽ ചിലപ്പോൾ അധികം നേരം ഒട്ടിയിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം നടക്കുകയും ചെയ്യും. പിന്നെ അവർ കുട്ടികൾ ആ ഫിഷൊക്കെ വെച്ച് കളിക്കുമ്പോൾ ഒന്നും പെട്ടെന്ന് ഇളകി പോകാനും ചാൻസ് ഇല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റിൽ ഒരു കണ്ണ് കൂടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണൊക്കെ നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സാരമില്ല, ഒരു വെള്ള പേപ്പറിൽ ഒരു കറുത്ത സ്കെച്ച് പെൻ കൊണ്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്താലും മതി. കണ്ടില്ലേ, അപ്പോൾ ഒരു ക്യൂട്ട് ഫിഷ് റെഡി ആയല്ലോ. അങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 പേപ്പർ ക്രാഫ്റ്റും റെഡി. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ടിവിയും മൊബൈലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വാങ്ങുന്ന നല്ല ടോയ്സും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് അവർക്കൊരു സന്തോഷമാണ്. പിന്നെ നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തല്ലേ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും. അപ്പോൾ അത് കുട്ടികൾക്ക് നല്ലൊരു എന്താ പറയുക എന്ന് ഓർത്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു മൊമെൻറ്റ്സ് കൂടിയാവും നമ്മൾ പേരൻസിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.